ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ രാഘവനെ സംസാരിക്കുന്നത്. ഗുരുതരാവസ്ഥ മനസ്സിലായത് പ്രിൻസിപ്പളും പറയുന്നത് എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ആശുപത്രികളിൽ. അതുപോലെ ചിലർ സ്വമേധയാ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പ്ലീസ് നിങ്ങള് കൃത്യമായിട്ട് ഇതിന്റെ കാരണം എന്താന്നുള്ളതും മനസ്സിലായിട്ടില്ല അല്ലേ രാഘവൻ? വലിയ പുകയാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാസ്ക് ഒന്നും ഇല്ലാതെ ആർക്കും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മളൊക്കെ നേരത്തെ മാസ്ക് ഇല്ലാതെയാണ് നിന്നിരുന്നത്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ പുക തന്നെ ഇങ്ങോട്ട് ഉയരുന്നുണ്ടായിരുന്നു. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സൂപ്രണ്ടിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. പ്രിൻസിപ്പളും പറയുന്നത് കൃത്യമായി പറയാൻ ഇപ്പം കഴിയില്ല. കൃത്യമായി അവർക്കാർക്കും തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് വെച്ചാൽ ആർക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ സ്ഥിതി വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. ഏതായാലും ഫയർഫോഴ്സും ബന്ധപ്പെട്ട പോലീസ് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ നോക്കുന്നു എന്നാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. എത്ര രോഗികളെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും കണക്ക് കിട്ടി? അവരെ കൃത്യമായ കണക്കില്ല. കൃത്യമായി ഇതിന്റെ അകത്ത് എന്തെല്ലാം സംഭവിച്ചെന്ന് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു കാഷ്വാലിറ്റിയെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി പറയാൻ കഴിയില്ല എന്നാ ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇപ്പൊ നമ്മളോട് സംസാരിച്ചിരുന്ന ആളുകൾ 4ാം നിലയിൽ ആളുകളുണ്ട്. ന്യൂറോ വാർഡാണെന്നാ പറഞ്ഞത്. അവിടെ ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടേക്ക് പുക വന്നിട്ടില്ല. അവിടെ മുകളിൽ ആകാശപാത ഉണ്ടല്ലോ, അതുവഴി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ല, പ്രിൻസിപ്പൾ പറഞ്ഞാൽ ഞാൻ പ്രിൻസിപ്പളിനും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. ഞങ്ങളും അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അറിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം കൃത്യമായി പഠിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം. പുതിയ ബിൽഡിംഗ് കൂടെയല്ലേ? അതെ, പുതിയ ബിൽഡിംഗ് ആണ്. ഒന്ന് ഇതിനകത്ത് ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൽ ശക്തിപ്പെടുത്തണം. ആദ്യമായിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ ആവശ്യമായ സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല, ഒന്നുമില്ല. അവിടുത്തെ പേഷ്യൻസ് ഇങ്ങോട്ട് വരികയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആവശ്യമായ സ്റ്റാഫ് ഇനിയും നിയമിച്ചിട്ടില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ മറ്റു മെഡിക്കലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഗികളുടെ ബാഹുല്യം കൂടി വരികയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കോളേജിന് ആവശ്യമായ സ്റ്റാഫിനെ വെക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിനുള്ളൊരു കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ട് അദ്ദേഹത്തിനോടും പ്രിൻസിപ്പാളോ മറ്റ് ആശുപത്രി അധികൃതരോ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് എന്ന് അവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. നേരത്തെ നമ്മൾ സൂപ്രണ്ട് സംസാരിച്ചപ്പോൾ കേട്ടതാണ് UPS റൂമിൽ ഉണ്ടായിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ തന്നെ ഒരു പ്രാഥമികമായുള്ള നിഗമനമാണ്. പക്ഷെ എന്താണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു കൃത്യത വരേണ്ടതായിട്ടുണ്ട്. അതാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ള വിവരം എന്നുള്ളത്. എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിലും ഇപ്പോൾ MK രാഘവൻ MP സംസാരിച്ച പ്രകാരം ഇനി ആ രോഗികൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളാണ്? നാളെ അപ്പുറത്തെ പിന്നെ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ആംബുലൻസ് നിർത്താണ്ട് പോകുന്ന കണ്ടാൽ നമ്മൾ ഓടി വന്നതാണ്. അപ്പൊ കുറച്ച് സമയമൊക്കെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്ര രോഗികൾ ഉണ്ടായിരുന്നു? എല്ലാവരും മാറ്റി നിങ്ങൾ വരുമ്പോ എല്ലാവരും കൂടെയാണോ മാറ്റുന്നത്? എല്ലാ ആംബുലൻസിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ തന്നെയാ? ഞങ്ങൾ കോട്ടയത്തിലപ്പോ കേട്ടപ്പോ ഞങ്ങൾ വന്നതാണ്. ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവിടെ കേട്ടപ്പോ ഞങ്ങൾ വന്നു നോക്കിയതാണ്. ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെല്ലാം പിന്നീട് പെട്ടെന്ന് എത്തിയതാണ്. ഈ വിവരമെല്ലാം അറിഞ്ഞ് പെട്ടെന്ന് എത്തിയതാണ്. എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പൊ എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു, എത്ര പേരെയാണ് മാറ്റിയിരിക്കുന്നത്, ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതാർക്കും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് ഒരുപക്ഷെ അതിനുള്ളൊരു കണക്കെടുക്കാൻ എത്ര പേര് ഇപ്പോൾ ഈ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണക്കെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുകയുണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പുക ഒരുവിധം ഇതിനുള്ളിൽ നിന്നും പുക ഒരുവിധം വലിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയും വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ആണ് ഇവിടെ ആളുകൾ രോഗികളെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നോ? പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറെ പേരെ മാറ്റി. നമുക്ക് കറക്റ്റ് ആ സമയത്ത് എണ്ണ എടുക്കാനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഗുരുതരാവസ്ഥയിലുണ്ടായ രോഗികൾ ശ്വാസം കിട്ടാതെ ഒരു രോഗിനെ കയറ്റിച്ച ഒരു ഓർമ്മ ഉണ്ട്. മരിച്ചുപോയ ഒരു കേസുണ്ട്. കൂടുതലുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മളാ സമയത്ത് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് എല്ലാവരും കയറ്റിയത്. പറഞ്ഞതുപോലെ ആർക്കും എന്താണ് സംഭവിച്ചത്, എത്ര പേരെ മാറ്റിയിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്
കാഷ്വാലിറ്റി ഉണ്ടോ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം ആളുകളെ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ആ സെക്യൂരിറ്റി ജീവനക്കാരനോട് സംസാരിക്കുമ്പോൾ ഈ 4th ഫ്ലോറിലുള്ള ആളുകളെ കൂടി മാറ്റേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായല്ലോ. ഈ പുക അങ്ങോട്ട് ഉയർന്നിട്ടുണ്ട് എന്നാണോ കരുതേണ്ടത്? അവിടെ ഒരുപാട് ആളുകളുണ്ടോ? അവരെ മാറ്റിയോ? അക്കാര്യമൊക്കെ അറിയാമോ? ദിവ്യ ഈ പറഞ്ഞ